കായംകുളം കാദീശ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പെരുന്നാളും കൺവെൻഷനും ദേവാലയ കുദാശ വാർഷികവും തിങ്കളാഴ്ച സമാപിക്കും. പെരുന്നാളിനോടനുബന്ധിച്ച് വെള്ളിയാഴ്ച വചന ശുശ്രൂഷ നടന്നു. സഹസ്രോത്തര ദ്വിശതാബ്ദി ആഘോഷങ്ങളുടെ നിറവിൽ നിൽക്കുന്ന കായംകുളം കാദീശ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ 1200ാമത് പെരുന്നാളും കൺവെൻഷനും ദേവാലയ കൂദാശയുടെ 50ാം വാർഷികവും തിങ്കളാഴ്ച സമാപിക്കും. പെരുന്നാളിനോടനുബന്ധിച്ച് വെള്ളിയാഴ്ച സന്ധ്യാ നമസ്കാരം, ഗാന ശുശ്രൂഷ, വചന ശുശ്രൂഷ എന്നിവ നടന്നു. വചന ശുശ്രൂഷയ്ക്ക് ഫാദർ ഷിജി കോശി നേതൃത്വം നൽകി. തുടർന്ന് ആശീർവാദം നടന്നു. ചടങ്ങുകൾക്ക് വികാരി ഫാദർ കോശി മാത്യു, സഹവികാരി ഫാദർ ബിനു ഈശോ, ട്രസ്റ്റി PC റോയ്, സെക്രട്ടറി ബിനു കോശി, റജി ആലക്കോട്, സുനിൽ പി ഡാനിയൽ, ജോസ്മോൻ, ജിയോഹനാൻ, എബ്രഹാം ഫിലിപ്പ്, രാജു ഗീവർഗീസ്, ജോജിമോൻ, കുഞ്ഞുമോൻ, ദീപു ചാക്കോ, അലക്സ് കോശി, ബിജു ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. പ്രത്യേകത നമ്മൾ മാത്രമാണ് ശരി, വേറെ ആരും ശരിയല്ല. ഈ കൺവെൻഷന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? നമുക്ക് കൺവിക്ഷൻ ഉണ്ടാവുന്നില്ലെന്നുള്ളതാണ്. നമ്മളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമാണ് കൺവെൻഷന്റെ ഉദ്ദേശം. സ്വയം സെൽഫ് ക്രിറ്റിസിസം, നമ്മളെ വിമർശിക്കുക എന്നുള്ളതാണ്. നമുക്ക് ദൈവം വഴി നടത്തി വിധങ്ങളിൽ. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ വായിക്കേണ്ട ഒരു വേദഭാഗമാണ് ആവർത്തന പുസ്തകം 6-8 പറയുന്നു. ഇസ്രായേൽ മക്കളോട് ദൈവം പറയുകയാണ്, നീ കുഴിച്ചിട്ടില്ലാത്ത കിണറുകൾ, നീ നട്ട് നനയ്ക്കാത്ത തോട്ടങ്ങൾ, നീ കെട്ടിപ്പൊക്കാത്ത വീടുകൾ, ഇതിലൊക്കെ നീ പാർത്ത് തിന്ന് ഭക്ഷിച്ച് തൃപ്തിയാകുമ്പം നിന്നെ അടിമ വീടായ മിസ്രൈമീന്ന് കൊണ്ടത് ദൈവം ഞാനാണെന്ന് നീ മറന്നു പോകുവാൻ തക്കവണ്ണം ഇടയാകരുത്. ഞാനാണെന്ന് മറന്നു പോകുവാൻ തക്കവണ്ണം ഇടയാകരുത്. ഇപ്പൊ രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും ശരിയല്ല. പിന്നെ ആരാ ശരിയുള്ളത്? നമ്മൾ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ ഈ 31ാം തീയതി രാത്രിയിലത്തെ ഡിസംബറിലെ കലാപരിപാടിയൊക്കെ നിർത്തി വെച്ചിരിക്കുക. 1ാം തീയതിയാണ് കുർബാന. 31ാം തീയതി പ്രത്യേക ഭക്തി മൂത്ത് 12 മണിക്ക് പടിഞ്ഞാട്ട് കുർബാന എഴുന്നള്ളിക്കുമ്പോൾ ഒരു വർഷം എല്ലാം ശരിയാവുന്ന എനിക്ക് വിചാരമൊന്നുമില്ല. ഞാനതുകൊണ്ട് എല്ലാ പള്ളിയിലും ഇപ്പം പറയും, ഒറ്റ കാര്യം ചെയ്താൽ മതി. രാവിലെ ഇണ്ണിക്കുന്ന മനസ്സുകൊണ്ട് ഈ യഹോവ ദൈവം മൊത്തം സൃഷ്ടിച്ചിട്ട് പറഞ്ഞതുപോലെ എല്ലാത്തിലും നന്മ കാണാൻ പരിശീലിച്ചാൽ മതി. ജീവിതം വളരെ മനോഹരമാകും. എല്ലാ മനുഷ്യരിലും നന്മ കാണാൻ. നിങ്ങൾ ഓർത്ത് 99% നന്മ ഒരു മനുഷ്യന് കാണും. എന്തോ ഒരു ചെറിയ തിന്മയോ എന്തോ ഒരു ചെറിയ കുറ്റമോ കാണും. പക്ഷെ നമ്മൾ ഈ 99 വിട്ടേച്ച് എന്തോ തന്നെ പറയാനാ പോകുന്നത്? ആ ഒരു തെറ്റിന്റെ പുറകിലാണ് നമ്മൾ പോകും. ഞാൻ ഉൾപ്പെടെ പോകുന്ന കാര്യം പറയുന്നു, ഒരു തെറ്റിന്റെ പുറകിൽ. അപ്പൊ അതുകൊണ്ട് ദൈവം കണ്ടതുപോലെ എല്ലാം നല്ലതെന്ന് കാണാൻ പഠിച്ചാൽ, അത് ഭാര്യയും ഭർത്താവും മക്കളെ കുറിച്ചും അച്ഛന്മാരെ കുറിച്ചും മെത്രാന്മാരെ കുറിച്ചും സമൂഹത്തെ കുറിച്ചും എല്ലാം നല്ലതെന്ന് കാണാൻ പഠിക്കണം. അപ്പൊ ദൈവം അനുഗ്രഹിച്ച ഭൂമി എല്ലാം നല്ലതെന്ന് കണ്ട ഭൂമിയാണ് എന്ത് ഭൂമിയായി മാറിയത്? ശപിക്കപ്പെട്ട ഭൂമിയായി മാറിയത്. എത്ര പെട്ടെന്ന് അല്ലേ? അനുഗ്രഹത്തിൽ നിന്ന് പെട്ടെന്നാണ് എന്തിലേക്ക് മാറിയത്? ശാപത്തിലേക്ക് മാറിയത്. 6-7 അധ്യായം വായിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഭൂമി ശപിക്കപ്പെട്ടതെന്ന് 4 വാക്യങ്ങളോട് പറയുന്നുണ്ട്. ഒന്നാമത്, ആ ഭൂമിയുടെ പ്രത്യേകത എഴുതി വെച്ചിരിക്കുകയാണ്, ധാർമ്മികമായി അധപ്പതനം സംഭവിച്ചൊരു കാലമായിരുന്നത്. CDNet News, കായംകുളം.